നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കണം. വായിച്ചു നോക്കിയേ. ആദ്യം ഈ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ഇത് എവിടുന്ന വന്നെന്നുള്ളത് മനസ്സിലാക്കുക. നോക്കൂ. ലെറ്റ് ദി ആർക്ക് എ സി ഓഫ് എ സർക്കിൾ സബ്ടെൻഡിന്റെ കാര്യം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. Subtend a right angle at the center of if the point B on the arc AC. If the point B on the arc AC divides the arc AC such that length of arc AB divided by length of arc BC is equal to 1/5 and vector OC equal to alpha into vector OA plus beta into vector OB, then alpha plus √2 into √3 minus 1 into beta is equal to. കുറച്ച് നിലവാരം കൂടിയൊരു ക്വസ്റ്റ്യൻ ആണിത്, അല്ലാതെ പറയാൻ വയ്യ. ഇത് വെക്ടർ എന്നുള്ള ചോദ്യം എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിൽ കാര്യം കയറി വന്നിട്ടുണ്ട്. ഇതിൽ ട്രിഗണോമെട്രിയുടെ ഇൻവോൾവ്മെന്റ് നന്നായിട്ടുണ്ടാവും. നിങ്ങൾക്കത് ഈ പ്രോബ്ലം ചെയ്ത് പോകുമ്പോൾ മനസ്സിലാവും. അപ്പം ഒരു മൾട്ടി കൺസെപ്ഷൻ ആയിട്ടുള്ള ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇത് പ്രോബ്ലം ചെയ്യാൻ. എല്ലാ പ്രോബ്ലത്തിനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആർക്ക് എ സി ഓഫ് എ സർക്കിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സർക്കിളിന്റെ റേഡിയസിനെ കുറിച്ചൊന്നും നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സൗകര്യത്തിന് വേണ്ടി ഒരു യൂണിറ്റ് സർക്കിൾ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് O ആണ്. അപ്പോൾ നമ്മളൊരു സെന്റർ എടുത്തു. ഇവിടെ നമുക്കൊരു ആർക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ദർ ഇസ് എൻ ആർക്ക് സംതിങ് ലൈക്ക് ദിസ്. ഒരു ആർക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഈ ആർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സെന്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റൈറ്റ് ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. മക്കളെ, റൈറ്റ് ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ സംഭവം. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഓക്കെ, 90 ഡിഗ്രിയാണ്. ഈ പോയിന്റിനെ എ എന്ന് എടുക്കുന്നു, ഈ പോയിന്റിനെ ബി എന്ന് എടുക്കുന്നു. ബി അല്ല, സി എന്ന് എടുക്കണം. കാരണം എ സി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇത് സി എന്ന് എടുക്കുന്നു. ഇനി ബിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ ഇത്രയും ക്ലിയർ അല്ലേ? നോക്ക്, ആർക്ക് എ സി എന്ന് പറഞ്ഞു. ഇതാണ് ആർക്ക് എ സി. ഇതെന്ത് ചെയ്യുന്നുണ്ട്? സബ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ ആംഗിൾ? റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി. ഇത് അവിടെ 90 ഡിഗ്രി സബ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു ആർക്ക് നമ്മൾ വരച്ചു. ഓക്കെ, O എന്ന് പറയുന്ന പോയിന്റിലാണ്. ഇഫ് ദി പോയിന്റ് ബി ഓൺ ദി ആർക്ക് എ സി, ഈ എ സി എന്ന് പറയുന്ന ആർക്കിലെ ഒരു പോയിന്റ് ആണ് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ്. ഓക്കെ, ദാറ്റ് പോയിന്റ് ബി ഡിവൈഡ്സ് എ സി. അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ് ഇതാണെങ്കിൽ ബി എന്ത് ചെയ്യുന്നുണ്ട്? എ സിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്താണ്? ലെങ്ത് ഓഫ് എ ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ലെങ്ത് ഓഫ് ബി സി, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ലെങ്ത് 1:5 എന്നുള്ള ഫോമിലാണ്, 1/5. പിന്നെ ഒ എ എന്നുള്ള ഒ സി എന്നുള്ള വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ അതുപോലെ ഒ സി എന്നുള്ള വെക്ടറെ നമുക്ക് തന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, എനിവേ നമ്മൾ ഈ ബി എന്ന് പറയുന്ന പോയിന്റ് എലോങ് ദി ആർക്ക് എ സിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് അത് 1:5 അത് ഡിവൈഡ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബി എന്ന് പറയുന്നത് എന്റെ വളരെ അടുത്തായിരിക്കും. ബിയും സിയും തമ്മിലുള്ള എലോങ് ദി ആർക്ക് ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. കാരണം 1:5 ആണ്. 1 യൂണിറ്റ് ആണ്, മറ്റേത് 5 യൂണിറ്റ് ആണ് വ്യത്യാസം വരുന്നത്. അപ്പൊ ഇത് തമ്മിൽ നമ്മൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എൻ ആംഗിൾ ഹിയർ ആസ് വെൽ ആസ് ഹിയർ. രണ്ട് ആംഗിൾസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒന്ന് ഇതാണ്, ഒന്ന് മറ്റതാണ്. ഞാൻ വരച്ചിരിക്കുന്നതാണ്. ഓക്കെ, ആ വൈറ്റ് കളറിൽ വരച്ചിരിക്കുന്ന ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ നോക്കടാ, ഇതിലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1 ആണ്, ഇത് 5 ആണ് അല്ലെ. 1:5 ആണ്. സോ 1 ഇത് 5 ആണ്. വിച്ച് മീൻസ് അത് 1x ആണെങ്കിൽ മറ്റത് 5x ആണ്. അപ്പൊ ടോട്ടൽ 6x ആണ്. 6x എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ആണ്. സോ 6x is 90 മീൻസ് x is 15. അപ്പൊ 1 എന്ന് പറയുന്ന ഭാഗത്ത് 1:15 ആണ്, മറ്റത് 5:15 ദാറ്റ് ഈസ് 75 ആണ്. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയാണ്, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 75 ഡിഗ്രിയാണ്. ദാറ്റ് ഈസ് ദ റേഷ്യോ. 1:5 ആണ് റേഷ്യോ. ഇവിടെ 15 ആണെങ്കിൽ അവിടെ 15ന്റെ 5 ടൈംസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 5 ടൈംസ് ആയിട്ട് വരുന്നതും ഈ 15 കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സെൻട്രൽ ആംഗിൾ ആയിട്ടുള്ള ആ സബ്റ്റൻഡ് ആംഗിൾ 90 ഡിഗ്രി കിട്ടാൻ വേണം. 75 + 15 is 90. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഉള്ളത്. റൈറ്റ്, ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സി എന്ന് പറയുന്ന ഒരു വെക്ടർ, ഒ സി എന്ന് പറയുന്ന ഒരു വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇതിന് ഇങ്ങനെ എടുക്കടാ. ഇതിനെ നമുക്ക് എ എന്ന് എടുക്കുക. ഈ വെക്ടർ, അതായത് ഒ എനെ നമ്മൾ എ എന്ന് എടുത്തു, ഒ സിനെ നമുക്ക് സി എന്ന് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഒ ബിനെ നമുക്ക് ബി എന്ന് എടുക്കാം. സോ ഒ എ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ് എ ആണ്, അത് എ എന്ന് എടുത്തു, സ്മോൾ എ. ഒ ബി പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ് ബി ആണ്, അപ്പോൾ ഒ സി പൊസിഷൻ വെക്ടർ ഓഫ് ദി പോയിന്റ് സി ആണ്. ഒ ഒറിജിനായിട്ട് നമ്മൾ എടുത്തു. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒ സി എന്ന് പറയുന്ന വെക്ടർ നമ്മളെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ നോക്കുക. വി ആർ ഗിവൺ ഒ സി.
ആസ് ഇങ്ങനെ തന്നിട്ടുണ്ടോ നോക്കിയേ, ആൽഫ ഇൻറ്റു ഒ എ. എങ്ങനെയാണ്? ആൽഫ ഇൻറ്റു ഒ എ. ആൽഫ ഒരു കോൺസ്റ്റന്റ് ആണ്, ഒ എ വെക്ടർ ആണ്. ആൽഫ ഇൻറ്റു ഒ എ പ്ലസ് ബീറ്റ ഇൻറ്റു ഒ ബി തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് സൈഡ് എ വെച്ച് ഡോട്ട് ചെയ്യുക. അപ്പോൾ ഒ സി എന്ന് പറയുന്ന വെക്ടർ എന്താണ്? സി ആണ്. അപ്പോൾ ഞാൻ ഇതിന് സി എന്ന് എഴുതാണ്. സി ഈക്വൽ ടു, ഒ സി എന്ന് പറഞ്ഞ വെക്ടർ സി അല്ലേ? അപ്പോൾ സി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഒ എ എന്ന് പറഞ്ഞാൽ എ ആണ്, പ്ലസ് ബീറ്റ ഇൻറ്റു ഒ ബി എന്ന് പറഞ്ഞാൽ ബി ആണ്. ഇനി രണ്ട് സൈഡിലും ഇനി നന്നായി ശ്രദ്ധിക്കണം, ഇതാ ഇതിനെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാൻ പോകുന്നത്. രണ്ട് സൈഡ് നമുക്ക് ഇനി അറിയാവുന്ന ഒരു വെക്ടർ എ ആണ്, പിന്നെ ഒരു വെക്ടർ സി ആണ്. എടാ ഞാൻ എന്തിനാ എ വെച്ച് ഡോട്ട് ചെയ്യുന്ന അറിയോ? എ വെച്ച് ഡോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി അറിയാം 15 ആണ്, ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി അറിയാം 15 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എ ഡോട്ട് രണ്ട് സൈഡ് എ വെച്ച് ഡോട്ട് ചെയ്യാണ്. എ ഡോട്ട് സി ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു എ ഡോട്ട് എ. എ ഡോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1 ആണ്, ബിക്കോസ് എ ഡോട്ട് ഈസ് മോഡ് എ സ്ക്വയർ. മോഡ് എ മീൻസ് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്, സോ ദാറ്റ് ഈസ് 1. ഇറ്റ്സ് എ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, അപ്പോൾ അത് 1 ആണ്. പ്ലസ് എ ഡോട്ട് ബി എന്ന് പറയുമ്പോഴത്തേക്കും എന്താ വരിക? ബീറ്റനെ അവിടെ നിർത്തി, കോൺസ്റ്റന്റ് ആണ്. എ ഡോട്ട് ബി അല്ലെങ്കിൽ ബി ഡോട്ട് എ ഇതെന്ത് വരും? മോഡ് എ മോഡ് ബി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഇസ് ദർ 15. സോ ദിസ് ആൻസർ ഇസ് ജസ്റ്റ് കോസ് 15 ബിക്കോസ് മോഡ് എ ആൻഡ് മോഡ് ബി ഇസ് ഈക്വൽ ടു 1 ആണ്, ബിക്കോസ് ഇറ്റ്സ് എ യൂണിറ്റ് സർക്കിൾ. ഓക്കെ, അപ്പോൾ എ ഡോട്ട് സി ഇസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു കോസ് 50 എന്ന് കിട്ടി. ആൻഡ് വൺ മോർ തിങ്, എ ഡോട്ട് സി എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് എ മോഡ് ബി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി ആണ് അല്ലേ? അപ്പോൾ എ ഡോട്ട് സി ഇവിടെ നമുക്കറിയാം 0 ആണ്. വൈ എ ഡോട്ട് സി 0? ബിക്കോസ് ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി ഇസ് 90 അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് സി ഇസ് 90. സോ വാട്ട് ഈസ് എ ഡോട്ട് സി? എ ഡോട്ട് സി 0 ആണ്. സോ വി ആർ ഗെറ്റിംഗ് 0 ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു കോസ് 15 ഡിഗ്രി ഇസ് ഈക്വൽ എന്താണ്? 0 ആണെന്ന് പറയാം. ഓക്കെ, കോസ് 15 ഡിഗ്രി ഇസ് ഈക്വൽ, ആൻസർ എന്താണ്? 0 ആണ്. ഇതിൽ നിന്ന് ആൽഫ ഒന്ന് കണ്ടുപിടിച്ചേക്കുക. ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ കോസ് 15 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഇതേ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ബി കൊണ്ട് ഡോട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് ഡോട്ട് ചെയ്യുന്നത്? ബി കൊണ്ട് ഡോട്ട് ചെയ്യാണ്. അപ്പോൾ നോക്കണേ, ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു എന്താ വരിക? ആൽഫ ഇൻറ്റു എ ഡോട്ട് ബി. അപ്പോൾ ആൽഫ ഇൻറ്റു 0 ആയി, ബിക്കോസ് എ ഡോട്ട് ബി 0, പ്ലസ് ബീറ്റ ഇൻറ്റു മോഡ് ബി സ്ക്വയർ, ദാറ്റ് വിൽ ബി ബീറ്റ. ഇനി ബി ഡോട്ട് സി എന്ന് പറഞ്ഞാൽ ബി സി കോസ് തീറ്റ ആണ്, ബട്ട് ബി സി 1 ആണ്, സോ കോസ് തീറ്റ വരും. ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ഈസ് 75, സോ കോസ് 75 ഇസ് ഈക്വൽ ടു ബീറ്റ എന്ന് കിട്ടി. Cos 75 is equal to beta. This cos 75 value you can substitute in the above equation like alpha, in the set alpha. ആൽഫയിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബീറ്റയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ആൽഫ കൃത്യമായിട്ട് കിട്ടി. ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് 75 ഇൻറ്റു കോസ് 15 എന്ന് കിട്ടി. ഓക്കെ, കോസ് 75 ഇൻറ്റു കോസ് 15 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇവിടെ ഞാനിവിടെ ബി കൊണ്ടല്ലേ ഡോട്ട് ചെയ്തേ, ഒന്നും കൂടെ ചെക്ക് ചെയ്യണേ. ഇവിടെ ബി കൊണ്ട് ഡോട്ട് ചെയ്യുന്ന സമയത്ത് ബി ഡോട്ട് സി ഈക്വൽ എന്താ കിട്ടുക? ഇവിടെ ബി കൊണ്ട് ഡോട്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ, എ കൊണ്ട് ഡോട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ആൽഫ ഇസ് ഈക്വൽ ടു, എ കൊണ്ട് ഡോട്ട് ചെയ്തപ്പോൾ എന്താ കിട്ടി നോക്കടാ? യെസ്, എ കൊണ്ട് ഡോട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇതാ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ആൽഫ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി ഇവിടെ ബി കൊണ്ട് ഡോട്ട് ചെയ്യുമ്പോൾ ബി ഡോട്ട് സി ഈക്വൽ ടു, ഇത് ബി ഡോട്ട് എ ആണ് വരിക. ബി ഡോട്ട് എ എന്ന് പറയുമ്പോൾ ആൽഫ ഇൻറ്റു ബി ഡോട്ട് എ. ഓക്കെ, നോട്ട് ബി ഡോട്ട് എ ഇസ് നോട്ട് 0. ഇവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇവിടെ നോക്കണേ, ഇവിടെ 0 അല്ല, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇവിടെ എടാ നോക്കടാ, ഇത് നിങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതാ ഇത്രയും ഭാഗം. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ബി കൊണ്ട് ഡോട്ട് ചെയ്യണം. അപ്പോൾ ബി കൊണ്ട് ഡോട്ട് ചെയ്യുന്ന സമയത്ത് ബി ഡോട്ട് സി ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബി ഡോട്ട് എ. ഓക്കെ, പ്ലസ് ബീറ്റ ഇൻറ്റു ബി ഡോട്ട് ബി. ബി ഡോട്ട് ബി 1 ആണ്, അത് എഴുതേണ്ട കാര്യമില്ല. ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ മോഡ് ബി സ്ക്വയർ ആണ്. മോഡ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി, ഒ ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് 1 ആണ്, യൂണിറ്റ് സർക്കിൾ. ഇനി ബി ഡോട്ട് സി എന്ന് പറഞ്ഞതാണ് ബി സി കോസ് തീറ്റ. അതിൽ ബി സി മോഡ് സി കോസ് തീറ്റ ആണ്, അത് 1 ആണ്. പിന്നെ കോസ് തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി നോക്കണേ. ബി ആൻഡ് സിയിലെ ആംഗിൾ 75 ആണ്. സോ ദിസ് ഇസ് ഓൺലി കോസ് 75. കോസ് 75 ഇസ് ഈക്വൽ ടു
ആൽഫ ഇൻറ്റു ബി ഡോട്ട്. ബി ഡോട്ട് എന്ന് പറയുമ്പോൾ മോഡ് ബി മോഡ് എ കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് എ, അത് cos 15 ആണ്. ദാറ്റ് ഈസ് cos 15 പ്ലസ് ബീറ്റ അങ്ങനെ തന്നെ എഴുതി. ഓക്കെ അല്ലേ? അവിടെയാണ് മിസ്റ്റേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അത് എളുപ്പമാണ്. ജസ്റ്റ് നിങ്ങൾ ഈ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് അതങ്ങ് എഴുതിയാൽ മതി, വേറൊന്നുമില്ല. ബി ഡോട്ട് സി എന്ന് പറഞ്ഞാൽ മോഡ് ബി മോഡ് സി കോസ് ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ആണ്. ദാറ്റ് ഈസ് ബി ആൻഡ് സിയിലെ ആംഗിൾ എന്താണ്? 75 ആണ്. സോ ജസ്റ്റ് cos 75 എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ ബി ഡോട്ട് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് എ ആണ്. മോഡ് ബി മോഡ് എ 1 ആയി പോകും. ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് എ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. അപ്പോൾ ഇവിടെ cos 15 വരും, പ്ലസ് എന്തുണ്ട്? ബീറ്റ ഉണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? ബീറ്റ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആൽഫ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക cos 75 ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു cos 15 പ്ലസ് ബീറ്റ എന്നുണ്ടല്ലോ അല്ലേ? ഈ cos 75 നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ സൈൻ 15 എഴുതി കൂടെ? cos 75 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ 15 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു cos 15 പ്ലസ് ബീറ്റ എന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൽ നമുക്ക് ബീറ്റ കണ്ടുപിടിക്കാം. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ബീറ്റ എന്ന് പറഞ്ഞാൽ ഓക്കെ, എനിവേ ആൽഫന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ലിസൺ, സൈൻ 15 ഇസ് ഈക്വൽ ടു ഈ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് ബീറ്റ കോസ് 15 അല്ലേ? മൈനസ് ബീറ്റ കോസ് 15 എന്ന് എഴുതി. ഇവിടെ ഒരു cos 15 ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഇത് സ്ക്വയർ ആയി, പ്ലസ് ബീറ്റ എന്ന് എഴുതി. അപ്പോൾ നോക്കടാ, സൈൻ 15 ഇസ് ഈക്വൽ ടു ഇതിൽ നിന്നൊരു ബീറ്റനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് കോസ് സ്ക്വയർ 15 എന്ന് കിട്ടും. ദാറ്റ് ഈസ് വാട്ട്? സൈൻ സ്ക്വയർ 15 എന്ന് കിട്ടി. അപ്പം ബീറ്റ എന്ന് പറയുന്നത് 1 ബൈ സൈൻ 15 എന്ന് കിട്ടി. എടാ സൈൻ 15ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. സൈൻ 15 എന്ന് പറഞ്ഞാൽ √3 മൈനസ് 1 ബൈ 2√2 ആണ്. അപ്പോൾ 1 ബൈ സൈൻ 15 എന്ന് പറഞ്ഞാൽ 2√2 ഡിവൈഡ് ബൈ √3 മൈനസ് 1 ആണ്. ഇതാണ് ബീറ്റന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി ആൽഫന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ആൽഫന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇത് അവിടുന്ന് കിട്ടും. ഓക്കെ, ആൽഫന്റെ വാല്യൂ അവിടുന്ന് കിട്ടും, കാരണം ബീറ്റ നമുക്കിപ്പോൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് cos 15ന്റെ വാല്യൂ എളുപ്പമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ cos 15ന്റെ വാല്യൂ √3 പ്ലസ് 1 ബൈ 2√2 ആണ്. ഓക്കെ, ഇവിടെ സൈൻ 15ന്റെ വാല്യൂ എന്ന് പറയുന്നത് √3 മൈനസ് 1 ബൈ 2√2 ആണ്. പക്ഷെ ഇവിടെ 1 ബൈ സൈൻ 15 ആണ്. അപ്പോൾ അതിന്റെ റെസിപ്രോക്കലായിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിത് അടുത്ത പേജിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആൽഫ കണ്ടുപിടിക്കണം അല്ലേ? ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടുക? ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് ബീറ്റ. ബീറ്റ എന്ന് പറഞ്ഞാൽ 2√2 ബൈ √3 മൈനസ് 1. 2√2 ബൈ √3 മൈനസ് 1 ഇൻറ്റു കോസ് എന്താണ്? കോസ് 15 ആണ്. കോസ് 15 എന്ന് പറഞ്ഞാൽ എന്താണ്? √3 പ്ലസ് 1 ബൈ 2√2 എന്താണ്? √3 പ്ലസ് 1 ബൈ 2√2 ആണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 2√2 ക്യാൻസൽ ആയി പോയി. അപ്പോൾ √3 പ്ലസ് 1 ഡിവൈഡ് ബൈ √3 മൈനസ് 1 ആണ് വിത്ത് മൈനസ് സൈൻ. ഓക്കെ, ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ത്? ആൽഫ എന്ന് പറയുന്ന സംഗതി. ദിസ് ഈസ് യുവർ ആൽഫ. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് മൈനസ് ഓഫ് √3 പ്ലസ് 1 ഡിവൈഡ് ബൈ √3 മൈനസ് 1 ആണ്. അപ്പോൾ ആൽഫ കിട്ടി. ക്ലിയർ ആണല്ലോ? നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതല്ലേ? കണ്ടുപിടിക്കേണ്ട ഇതാണല്ലോ. യെസ്, നൗ വി കൺസിഡർ ദാറ്റ് പാർട്ട്. അപ്പോൾ ആൽഫ പ്ലസ് √2 ഇൻറ്റു എന്താ കണ്ടുപിടിക്കേണ്ടത്? ആൽഫ പ്ലസ് √2 ഇൻറ്റു √3 മൈനസ് 1 ബ്രാക്കറ്റിൽ √3 മൈനസ് 1 ഇൻറ്റു ബീറ്റ. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? √3 പ്ലസ് 1 ബൈ √3 മൈനസ് 1 വിത്ത് നെഗറ്റീവ് സൈൻ പ്ലസ് √2 ഇൻറ്റു √3 മൈനസ് 1 ഇൻറ്റു ബീറ്റ. ബീറ്റ നമുക്ക് നേരത്തെ കിട്ടിയത് 2√2 ബൈ √3 മൈനസ് 1 ആണ് അല്ലേ? അപ്പോൾ ഇൻറ്റു എന്താണ്? 2√2 ബൈ √3 മൈനസ് 1 ആണ്. അപ്പോൾ ഇത് തമ്മിൽ ക്യാൻസൽ ആയി പോയി. ഓക്കെ, പിന്നെ നമുക്ക് കിട്ടുന്നത് മൈനസ് ഓഫ് √3 പ്ലസ് 1 ഡിവൈഡ് ബൈ √3 മൈനസ് 1 പ്ലസ് ഈ √2 ഇൻറ്റു 2√2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 4 ആണ്. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക മൈനസ് √3 മൈനസ് 1. ഞാൻ ഈ മൈനസിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, മൈനസ് √3 മൈനസ് 1. ഇതിനിവിടെ എൽസിയം എടുത്തു കഴിഞ്ഞാൽ 4√3 മൈനസ് 4 എന്ന് കിട്ടും. എന്താണ്? 4√3 മൈനസ് 4 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ എന്താണ്? √3 മൈനസ് 1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു നോക്കണം ഇവിടെ കിട്ടും. ഇതിന് മൈനസ് √3 4√3 ആണ്. അപ്പോൾ കിട്ടുക നിങ്ങൾക്ക് 3√3 എന്ന് കിട്ടും. പിന്നെ ഒരു മൈനസ് 1 ഒരു മൈനസ് 4 കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് മൈനസ് 1 മൈനസ് 4 ആണ് മക്കളെ വരുന്നത്. നോക്കിയേ, മൈനസ് 1 മൈനസ് 4 ആണെന്ന് നോക്കാം. ഓക്കെ 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 ഓക്കെ,
യെസ്. അപ്പം ഇവിടെ ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് സെക്കൻഡ്. ഇവിടെ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഒന്നും കൂടെ ഫാക്ടറൈസേഷൻ ചെയ്യാം. ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കാം, -√3 + 1 താഴെ നമുക്ക് ഇതിന്റെ കോൺജുഗേറ്റ് വെച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ. അപ്പോൾ √3 + 1 / √3 - 1 ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്ക്വയർ വരും. ഇവിടെ എന്ത് വരും? √3 - 1 × √3 + 1 എന്ന് പറഞ്ഞാൽ 3 - 1 വരും, ദാറ്റ് ഈസ് 2 വരും. 2 എന്ന് വരും, +4. ഞാൻ അതിന്റെ റാഷണലൈസേഷൻ ചെയ്തു, എന്നാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ √3² is 3 +2√3 എന്ന് പറയുമ്പോൾ 2√3 + 1 +2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 8 വരും, /2 വരും. സോ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -3 ഉണ്ടാവും അല്ലേ. -3 -2√3 -1 +8 /2. ഇതെത്ര കിട്ടൂടാ? 8 - 4 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 - 2√3/2 എന്ന് കിട്ടും. ഇത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 - √3 എന്നാണ് കിട്ടുക. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ, 2 - √3. ഓക്കെ, 2 - √3 എന്ന് പറയുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ 1 ഇസ് കറക്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് ഡിഫിക്കൽട്ടി ലെവലുള്ള ചോദ്യമാണ്, മാത്രമല്ല കുറച്ച് ലെങ്തിയാണ്. ഇതിൽ ട്രിഗണോമെട്രിന്റെ വാല്യൂസ് ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കേണ്ടതുണ്ട്, സിംപ്ലിഫിക്കേഷൻ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനത്തെ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നോ ഡൗട്ട്. അപ്പൊ എങ്ങനെയാ വന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വേഗം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സ്കോർ മാക്സിമം നമ്മൾ പോക്കറ്റിലാക്കിയതിനു ശേഷം മാത്രമേ ബാക്കിയുള്ളതിന് വേണ്ടി സമയം കളയാൻ പാടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസറിൽ എത്താൻ പറ്റുമെന്ന് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ലല്ലോ. അതായത് ചാൻസ് നമുക്ക് എപ്പോഴും, കാരണം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടെ റിസ്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പെൻഡിങ്ങിൽ ഇട്ടിട്ട് നമുക്ക് അറിയാവുന്നതെല്ലാം ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമുക്ക് ചിലപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആൻസർ കിട്ടും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇത് പ്രാക്ടീസ്ഡ് ആയ ആൾക്കാരെ സംബന്ധിച്ചൊന്നും പ്രശ്നമില്ല. ഇല്ലാത്ത ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, വെരി ഡിഫിക്കൽട്ടി ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ട് അവസാനം ശ്രമിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആദ്യം തന്നെ അറിയാവുന്ന ക്വസ്റ്റ്യൻസുകളാണ് ചെയ്യേണ്ടത്. അതാണ് ഏറ്റവും നല്ല വഴി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.